കണ്ടിട്ടും കൊണ്ടിട്ടും സർക്കാർ പഠിക്കുന്നില്ല. നാടിനെ മുഖ്യ പ്രളയത്തിന്റെ അലയടികൾ ഇപ്പോഴും ഇടുക്കിയെ ഭയപ്പെടുത്തുന്നുണ്ട്. പ്രകൃതി ഒന്നുകൂടി പിണങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇടുക്കി ജില്ല. എന്നിട്ടും വീണ്ടും പ്രകൃതിയെ പ്രകോപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാരും വൈദ്യുതി ബോർഡും. യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ലെന്ന കർശന വിലക്കിനെ അവഗണിച്ച് കോടികളുടെ കമ്മീഷൻ മാത്രം ലക്ഷ്യമിട്ട് വൈദ്യുതി വിപ്ലവത്തിന്റെ കള്ളക്കണക്ക് നിരത്തി നാടുകാണി മല തുരക്കാൻ സർക്കാർ ഒരുങ്ങി. ഇവിടുത്തെ പരിസ്ഥിതി ലോല മേഖലയിലാണ് മല തുരത്താൻ KSEB വീണ്ടും തയ്യാറെടുക്കുന്നത്. പുതിയ പവർ ഹൗസ് സ്ഥാപിക്കാനെന്ന പേരിലാണ് വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷൻ തയ്യാറെടുക്കുന്നത്. ജില്ലയിലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കവെയാണ് നാടുകാണി മലയുടെ അടിവാരത്ത് ഇളംദേശം വെള്ളിയാമറ്റം മേഖല കേന്ദ്രീകരിച്ച പുതിയ പവർ ഹൗസ് നിർമ്മിക്കാനാണ് KSEB നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും പുതിയ പവർ ഹൗസിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി MM മണി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉപഭോക്താക്കളുടെ കോൺവേയിലും മന്ത്രി ഇക്കാര്യം അറിയിച്ചു. ഇതിനുള്ള പണം കണ്ടെത്തുന്നതിന് കൂടിയാണ് സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കൂട്ടി സാധാരണക്കാരായ ഉപഭോക്താക്കളെ പിഴിയാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. പണമില്ലെന്ന് പറയുന്ന ബോർഡ് മേനി കാട്ടാൻ കോടികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. ഇതിന്റെ ബാധ്യതയും ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കാനാണ് നീക്കം. മൂലമറ്റം പവർ ഹൗസിന് എതിർവശത്തായി 700 മെഗാവാട്ട് ശേഷിയുള്ള പുതിയ പവർ ഹൗസ് നിർമ്മിക്കാനാണ് ചരടുവലി സജീവമായിരിക്കുന്നത്. 20,000 കോടി രൂപയിലധികം ചിലവ് പ്രതീക്ഷിക്കുന്ന പവർ ഹൗസ് സംബന്ധിച്ച 26 നടക്കുന്ന KSEB ഫുൾ ബോർഡിൽ തീരുമാനമുണ്ടാകും. ഇടുക്കിയിൽ അണക്കെട്ട് നിറയുമ്പോഴും വൈദ്യുതി ഉൽപാദനത്തിനായും തുറന്നുവിടുന്ന വെള്ളം വീണ്ടും പമ്പ് ചെയ്ത് വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിക്കുക എന്ന ആശയം നേരത്തെ KSEBയിലുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ദേശീയ എനർജി മാനേജ്മെന്റ് കോൺഫറൻസിൽ ഇത് സംബന്ധിച്ച രൂപരേഖ KSEB അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രളയത്തിൽ ഡാം നിറഞ്ഞ വെള്ളം വലിയ തോതിൽ പുറത്തുവിട്ട സാഹചര്യത്തിലാണ് ഈ ചർച്ച വീണ്ടും സജീവമായത്. മൂലമറ്റം പവർ ഹൗസിന് എതിർവശത്തായി 700 മെഗാവാട്ട് ശേഷിയുള്ള പുതിയ പവർ ഹൗസ് നിർമ്മിക്കുകയെന്ന ആശയമാണ് ചർച്ചയാകുന്നത്. നാടുകാണി മലയുടെ അടിവാരത്ത് ഇളംദേശം വെള്ളിയാമറ്റം മേഖല കേന്ദ്രീകരിച്ചാവും പവർ ഹൗസ്. പ്രളയാനന്തരം വൻതോതിൽ മലയിടിച്ചിൽ നേരിടുന്ന ഇടുക്കിയിൽ മലയിടിച്ചിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശത്തിന് ഭീഷണിയാകുമോ എന്ന സംശയം ബലപ്പെടുകയാണ്. മൂലമറ്റത്തെ ഉൽപാദനത്തിന് ശേഷം പുറംതള്ളുന്ന വെള്ളം റിസർവോയറിൽ ശേഖരിച്ച് സൗരോർജം ഉപയോഗിച്ച് വീണ്ടും പമ്പ് ചെയ്ത് ഡാമിലെത്തിക്കും. ഇതായിരിക്കും രണ്ടാമത്തെ പവർ ഹൗസിന് ഊർജോൽപാദനത്തിന് ലഭിക്കുക. ഏകദേശം 22,000 കോടി രൂപയാണ് ഉൽപാദന ചെലവ് പ്രതീക്ഷിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നാട് കടന്നു പോകുമ്പോൾ വൻ ബാധ്യത സൃഷ്ടിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾക്ക് സർക്കാർ അനുമതി നൽകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതാകും പുതിയ പദ്ധതി. ബോർഡ് യോഗത്തിന്റെ അംഗീകാരത്തോടെ സർക്കാരിന്റെ അനുമതിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഇത്. ഇതിനായി സാധ്യതാ പഠനത്തിനായി ആഗോള ടെൻഡർ വിളിക്കാനാണ് ആലോചിക്കുന്നത്. ആതിരപ്പള്ളി ഉൾപ്പെടെ പുതിയ പദ്ധതികൾക്ക് ശക്തമായ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ നിലവിലെ പദ്ധതികളുടെ ശേഷി പരമാവധി ഉപയോഗിക്കാനുള്ള നീക്കങ്ങളാണ് ഭാവി സാധ്യത എന്ന നിലപാട് മുന്നോട്ട് വെച്ച് KSEB നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.